രാജ്യസഭയിൽ CPM-നെയും കേരളത്തിലെ നോക്കുകൂലിയെയും രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിനെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനത്തിന് കേരളത്തിലെ നോക്കുകൂലിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയുധമാക്കിയത്. കേരളത്തിൽ ബസ്സിൽ ചെന്നിറങ്ങിയാൽ ലഗേജ് എടുക്കാൻ നമ്മൾ നോക്കുകൂലി കൊടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. CPM കാർഡുള്ളവരാണ് ഇത്തരത്തിൽ നോക്കുകൂലി വാങ്ങുന്നതെന്നും ഈ നോക്കുകൂലി പ്രതിഭാസം കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയൂ, മറ്റെവിടെയും ഉണ്ടാവില്ലെന്നും ട്രഷറി ബെഞ്ചിൽ ഇരുന്നവരെ നോക്കി നിർമ്മല പറഞ്ഞു. നോക്കുകൂലി എന്ന മലയാള പദത്തിന്റെ അർത്ഥവും MP-മാർക്ക് നിർമ്മല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോക്കു മീൻസ് ലുക്ക് എന്ന് പറഞ്ഞാണ് കഥാപ്രസംഗം ശൈലിയിൽ ധനമന്ത്രി നോക്കുകൂലിയെ കുറിച്ച് പറയുന്നത്. ഒരു ബസ്സിൽ ചെന്നിറങ്ങി ലഗേജ് എടുക്കണമെങ്കിൽ ലഗേജ് ഇറക്കി വെക്കുന്ന ആൾക്ക് 50 രൂപ കൊടുത്താൽ അത് നോക്കിയിരിക്കുന്ന CPM കാർഡ് ഹോൾഡർക്ക് 50 രൂപ നോക്കുകൂലിയായി കൊടുക്കേണ്ടി വരുമെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പെട്ടിയിറക്കി താഴെ വെക്കുന്നത് നോക്കി നിൽക്കുന്നതാണ് ഈ കൂലിയെന്നും അവർ വിശദീകരിച്ചു. CPM-കാരനാണ് നോക്കുകൂലിക്ക് പിന്നിലെന്നും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെ വ്യവസായ തകർച്ചയ്ക്ക് കാരണമെന്നും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസം തന്നെയാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും വ്യവസായ തകർച്ചയ്ക്ക് കാരണമായതുവെന്നും പറഞ്ഞു. CPM അംഗങ്ങൾ രാജ്യസഭയിൽ ബഹളം വെച്ചതോടെ ഞാൻ ബോഷ്ക്ക് പറയുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 ദിവസം മുമ്പുള്ള പ്രസ്താവനയും സഭയിൽ നിർമ്മല ഓർമ്മിപ്പിച്ചു. നോക്കുകൂലി എന്ന പ്രതിഭാസം ഇല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് നൽകിയ ഇന്റർവ്യൂവിൽ പോലും അവിടെ നോക്കുകൂലി എന്ന് പറയേണ്ടി വരുന്നത് എന്തിനാണെന്ന് അവർ ചോദിച്ചത്. തന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ടെന്നും ആ മേഖലയിൽ നിന്നുള്ള ആളാണ് താനെന്നും പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് അവർ പറഞ്ഞു. താനും ദക്ഷിണേന്ത്യയിലെ ആ ഭാഗത്ത് നിന്നാണെന്നും കേരളത്തിലെ ഏതെങ്കിലും നഗരത്തിൽ നിന്നല്ലെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും ആ പ്രദേശത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലെന്നും കരുതരുത് എന്നും നിർമ്മല പറഞ്ഞു. നിർമ്മലയുടെ വിശദീകരണങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് പ്രസംഗം ആസ്വദിച്ച് സഭ നിയന്ത്രിച്ച രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് നാരായണൻ സിംഗിന്റെ ദൃശ്യങ്ങളും ശ്രദ്ധേയമാണ്.